بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضوان الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. صدق الله العلي العظيم. ബഹുമാന്യരായ സയ്യിദുനാ ഉസ്താദുമാരെ, പ്രിയരായ സഹപ്രവർത്തകരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്കിടയിൽ ഒത്തുചേരാൻ സാധിച്ചു. അതിന് അല്ലാഹുവിനെ സ്തുതി പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രപരമായ ഒരു പഠനമാണ് ഇവിടെ ഉദ്ദേശിച്ചുള്ളത് എന്ന് പറഞ്ഞു. ചരിത്രം മാനവകളിൽ ഖലീഫയാകുന്നതിന് മുമ്പുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയപ്പെടുമ്പോഴെല്ലാം ആ കൂട്ടത്തിൽ പറയപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പുള്ള ചരിത്രം ഇരുന്ന് പഠിക്കേണ്ടതുണ്ട്. എങ്കിലും ഇരുന്ന് പഠിക്കാതെ തന്നെ നാം ളറൂറിയായി അറിഞ്ഞു പോവാം. ഇരുന്ന് പഠിക്കേണ്ട ചരിത്രമാണ്. മാനവർക്ക് 2 വർഷവും ഏതാനും മാസവും മാത്രം ഖലീഫയാകുവാൻ കിട്ടിയ തൗഫീഖിന്റെ അയ്യാം. അയ്യാമില്ല, അല്ലാഹുവിന്റെ നാളുകളെ വെച്ചുകൊണ്ട് ആളുകളെ ബോധവൽക്കരിക്കുക. അല്ലാഹുവിന്റെ അയ്യാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്ഥലകാല സങ്കല്പങ്ങൾക്ക് അധീനനാവുകയാൽ അല്ലാഹു സമാനുണ്ടാകും, അയ്യാമുണ്ടാകും, ലയാലിയുണ്ടാകും. അപ്പോൾ പിന്നെ എന്ത് വെച്ചുകൊണ്ട് ബോധവൽക്കരിക്കാനാണ് അയ്യാമില്ല എന്ന് ഉദ്ദേശിക്കുന്നത്? ആ അയ്യാമുകളിൽപ്പെട്ട അയ്യാമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയ 2 വർഷവും ഏതാനും മാസം. അതുമാത്രമല്ല, എല്ലാ പ്രമുഖരായ ആളുകളുടെ ഹയാത്തും അയ്യാമുല്ലാഹി തന്നെയാണ്. അതുപോലെ അല്ലാഹുവിനെ എതിർത്ത് എതിരാളികളായി കഴിഞ്ഞ ആളുകൾക്ക് കിട്ടിയ ശിക്ഷയുടെ നാളുകളും അയ്യാമുല്ലാഹി തന്നെയാണ്. എല്ലാം വെച്ചുകൊണ്ട് വേണം ജനങ്ങളെ ബോധവൽക്കരിക്കുക. പൊതുവെ ആളുകൾ അറിഞ്ഞു വെച്ചത് ആൾ ശാന്തപ്രിയനാണ്, ഒരു സ്വാലിഹ്, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായി. കാരണം വിശുദ്ധ ഖുർആനിലുള്ള വചനത്തിൽ ബക്കാവ് ആയിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് മാത്രമേ നാം നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുകയുള്ളൂ. എന്നാൽ ആവശ്യം വരുന്ന സന്ദർഭത്തിൽ മറ്റൊരു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണുവാൻ കഴിയും.
ആ രണ്ടാം സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തിത്വം അത് കൂടുതലായി നമുക്ക് കിട്ടുന്നത് ഖിലാഫത്തിന്റെ സമയം, ഖലീഫയായ സമയം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബറ്റാലിയനെ റോമിന്റെ നേരെ പറഞ്ഞേക്കും. അതിന്റെ ലീഡർ ഉസാമ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന യുവാവാണ്. കേവലം 19 വയസ്സ്. 19 വയസ്സുള്ള ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലായിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിൽ കിടക്കുന്ന അവസരത്തിൽ പറഞ്ഞയക്കുകയാണ്. എവിടേക്ക്? സാക്ഷാൽ റോമിന്റെ നേരെ, അഥവാ ഹിർക്കൽ രാജാവിന്റെ നേർക്ക്. അതിന്റെ തൊട്ട് മുമ്പാണ് തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റസൂലുള്ളാഹി തങ്ങൾ നേരെ ചെന്ന് 10 പരം ദിവസം ബോർഡറായ അഥവാ ഷാം എന്ന് പറയുന്നതിന്റെയും ഇന്ന് സൗദി അറേബ്യ എന്ന് പറയപ്പെടുന്നതിന്റെയും ഏകദേശം ബോർഡറായ തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് മദീനയെ നശിപ്പിക്കാൻ വേണ്ടി ഒളിപ്രവർത്തനം നടത്തുന്ന സാക്ഷാൽ ഹെർക്കുലീസ് രാജാവേ കമോൺ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബോർഡറിലേക്ക് ചെന്നു. അതാണ് തബൂക്ക്. ഈ തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് 10 ദിവസം അല്ലാഹുവിന്റെ റസൂൽ കാത്തിരുന്നിട്ടും ഹിർക്കൽ രാജാവ് ഷാമിൽ നിന്ന് വരാതെ റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു വന്നു. പക്ഷേ തങ്ങൾക്കറിയാം മദീനയെ ചുരണ്ടിയെടുത്ത് നശിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഹിർക്കൽ രാജാവ് ഉള്ളത്. അപ്പോഴാണ് വഫാത്തിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ കഠിനമായ സമയത്തും അഥവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ യുവാവിനെ വിളിച്ചിട്ട് ഒരു വരദാനം എന്ന നിലയ്ക്ക് സിപാഹി സലാം അഥവാ കമാൻഡർ പദവി ഏൽപ്പിക്കുന്നു. ആ സിപാഹി സലാമിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് പടപ്രധാനാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അനുയായിയായിട്ട് നിർത്തിക്കൊടുത്തു. ഒരു ഉമർ മാത്രമല്ല, പ്രധാനപ്പെട്ട പലരും അവർക്കൊക്കെ റിയാസത്തുണ്ട്, അവർക്കൊക്കെ ഒരു ലീഡർഷിപ്പ് ഉണ്ട്, അവർക്കൊക്കെ ഹെഡ്വൈറ്റ് ഉണ്ട്. പക്ഷെ അവരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഈ 19കാരനെ അമീറാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വരദാനമെന്ന് വേണമെങ്കിൽ പറയാം, പോ ഹിർക്കൽ നേരെ പോ. നല്ല വേദനയിലാണ്. ജമാഅത്തിലെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തിക്കൊണ്ട് തങ്ങൾ ശയ്യയിലാണ്. അപ്പോഴാണ് ഈ പരിപാടി തങ്ങൾ കാണുകയായിരുന്നു. മരണശയ്യയിൽ കിടന്നുകൊണ്ട് കാണുകയായിരുന്നു, ഫോക്കസ് ചെയ്യുകയായിരുന്നു ഷാമിനെ. എന്താണ്? അന്ന് 2 മനുഷ്യர்களാണല്ലോ, ഒന്ന് റോം, മറ്റേത് പേർഷ്യ. റോം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് തങ്ങൾ മരണശയ്യയിൽ കിടന്നുകൊണ്ട് കാണുകയാണ് ഇവന്റെ കണ്ണുകൾ. അതുകൊണ്ടാണ് ഉസാമത്തിനെ അവർ മദീനയുടെ അതിർത്തി അങ്ങോട്ട് വിട്ട് കടന്നു കടന്നില്ല. ഈ ടീം, ഈ ബറ്റാലിയൻ അപ്പോഴാണ് വഫാത്ത് സംഭവിച്ചത്. അതിർത്തി വിട്ടു, സൂറ് വിട്ടു, വിട്ടില്ല എന്നിടത്ത് ഒരുപാട് ദൂരെയാണ് അറിയാമല്ലോ. ഇന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിൽക്കുന്ന, ഫലസ്തീനിൽ നിൽക്കുന്ന ആ ജോർദാൻ പ്രദേശവും ലെബനോൺ, സിറിയ, ഡമസ്കസ് ഇതെല്ലാം കൂടി അടങ്ങിയതിനെയാണ് ഷാം എന്ന് പറയുന്നത്. അവിടെയാണ് ഒലിവയ്ക്ക് റൂം എന്ന് പറയുന്ന റോം ഉള്ളത്. അവിടേക്കാണ് ഈ പറഞ്ഞേക്കുന്നത്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭത്തിൽ പല വിഷയത്തിലും ഖിലാഫുണ്ടായ കൂട്ടത്തിൽ സ്വഹാബത്തിനിടയിൽ ഒരു ഖിലാഫ് ഉടലെടുത്തത് ഉസാമ റളിയല്ലാഹു അൻഹു മുന്നോട്ട് നീങ്ങണമോ നീങ്ങണ്ടേ എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ സ്ഥിതിക്ക് ഇനി അതിന്
അദ്ദേഹത്തിന്റെ ജനാസയോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ കഴിയാതെ പിന്നെ എങ്ങോട്ട് പോകുന്നു? അതുകൊണ്ട് തൽക്കാലം യാത്ര നിർത്തിവെക്കാം. ഈ മയ്യത്ത് പരിപാലന ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം. ഇതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഒരു നല്ലൊരു വിഭാഗം ആളുകൾ പറയുന്നത്. ബൈഅത്ത് ചെയ്തു ആളുകൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കസേരയിലിരുത്തി ഖലീഫയായി. മഹാനഗരങ്ങളിലെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ കാണുന്ന ഒരു രംഗമായിരുന്നു. എന്തായിരുന്നു മറ്റുള്ളവർ ഉയർത്തിയിരുന്ന ഒരു പ്രശ്നം? വളരെയധികം കാര്യമാത്ര പ്രസക്തമായ പ്രശ്നമാണ് മറ്റുള്ളവർ ഉയർത്തിയത്. ഒരു ബറ്റാലിയൻ അടക്കമുള്ള വലിയ വ്യക്തിത്വങ്ങൾ നാടിൽ നിന്ന് നീങ്ങി അവർ ഇവിടെ വിട്ടുപോയാൽ ഇതിന്റെ ലീഡറായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ തങ്ങൾ വഫാത്തായി എന്ന് കേട്ടാൽ ധാരാളം വീക്ഷകർ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന കഴുകന്മാർ, ഒരുപാട് കബീലക്കാർ പെട്ടെന്ന് വന്ന് മദീനയെ അറ്റാക്ക് ചെയ്യും. മദീനയെ അറ്റാക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിനെ എതിർക്കാൻ പറ്റിയ ശക്തി അത്രയും വേറെ പട്ടാള ക്യാമ്പിലായി പോയാൽ, യാത്രയിലായി പോയാൽ അത് വലിയൊരു പ്രതിസന്ധിയാവില്ലേ? ആയതുകൊണ്ട് തൽക്കാലം ആ ബറ്റാലിയൻ പോവരുത്. കാര്യമാത്ര പ്രസക്തമായ അഭിപ്രായമില്ലേ? എന്നാൽ ഇതിനെല്ലാം ഹൈജാക്ക് ചെയ്തിട്ട് ഒരു നെഞ്ചൂക്കിന്റെ സിദ്ദീഖ് റളിയല്ലാഹു കാണാൻ കഴിയും. ബൈഅത്ത് ചെയ്യപ്പെട്ടു, ഖലീഫയായി കഴിഞ്ഞ ആ മഹാനവറുകൾ പ്രഖ്യാപിച്ചെന്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം വരാനെന്ന് പറയാവുന്ന രൂപത്തിൽ എല്ലാവർക്കും സംശയമാവാക്കുന്ന പണിയാ ചെയ്തത്. 19 വയസ്സുള്ള ഒരാളെ ലീഡർഷിപ്പിലിരുത്തി റളിയല്ലാഹുവിനെ ആ കീഴ്പട്ടാളത്തിൽ നിർത്തിയത് അതിന്റെ സിറ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തങ്ങളെ നാട്ടുകൊണ്ട് നിയമിച്ചതാണെങ്കിൽ ഉസാമത്ത് ഒരടി ബേക്കോട്ട് വെക്കാൻ പാടില്ല. മയ്യിത്ത് സംസ്കാരവും ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തുകൊള്ളാം. അദ്ദേഹത്തിന്റെ കൂടെ പോവേണ്ട മുഴുവൻ ആളുകളും മുന്നോട്ട് പോയിക്കൊള്ളണം. പക്ഷേ തൽക്കാലം അഭിപ്രായ സ്വരൂപത്തിന് അസ്ഹാബുർ റഈ എന്ന് പറയുന്ന ആ പട്ടികയിൽ വലിയ ഒരാളാണ് ഉമർ എന്ന് പറയുന്നതുകൊണ്ട് ആ ഉമർ എന്നവർ ഇവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളവരെല്ലാം പോയേ പറ്റൂ. അങ്ങനെ ഉസാമത്ത് റളിയല്ലാഹു അൻഹു മാർച്ച് ചെയ്തു. നിമിതങ്ങളാൽ നിയമിതനായിട്ടുള്ള ആ സംഘം ശരീഅത്ത് പോയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദാനവും അതിനനുസൃതമായി ഉറച്ചുനിന്ന അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ചപ്പാടും ഒരു വമ്പൻ വിജയം കൈവരിച്ചതായിട്ടാണ് പിന്നീടുള്ള നാളുകൾ കാണാൻ കഴിയുന്നത്. വെറും 40 ദിവസം ഉസാമത്ത് റളിയല്ലാഹു അൻഹു, ഈ ഉസാമത്ത് നല്ല ആരാധനറിയാമോ? റസൂലുള്ളാഹി തങ്ങൾ പോറ്റി വളർത്തിയ ജയ്ദന്റെ പുത്രനാണ് ഈ ഉസാമത്ത്. ഇബ്നു റസൂലില്ല, ഇബ്നു ഹിബ്ബി റസൂലില്ല. 40 ദിവസം കൊണ്ട് അങ്ങോട്ട് പോകാൻ തന്നെ എത്ര ദിവസമാണ്? ഇങ്ങോട്ട് തിരിച്ചു വരാൻ എത്ര ദിവസമാണ്? അതേ യാത്ര ദിവസങ്ങളും അവിടെ ചെന്നുള്ള അറ്റാക്കും ഇതിനെല്ലാം 40 ദിവസങ്ങൾ എടുത്തു. സാക്ഷാൽ ഹിറ്റ്ലർ നമ്മുടെ ഹിർക്കൽ രാജാവ്, ഹിർക്കുലീസ് രാജാവ്, അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്ന രൂപത്തിലായിരുന്നു ആ മാർച്ച്, ആ തിരിച്ചു വരുന്നത്. വിദേശികളായിട്ട് അവർ തിരിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കലോടുകൂടി ഈ പ്രസ്ഥാനം നശിക്കും, വളരെ പെട്ടെന്ന് നമുക്ക് മാറിയെറിഞ്ഞുകളയാം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ഖബായിലുകൾക്കും ആ 40 ദിവസത്തെ ചരിത്രം ഒരു വലിയ തീപന്തമായിട്ടാണ്, ഞെട്ടലായിട്ടാണ്. ഇല്ല,
മുഹമ്മദ് മുസ്തഫ തങ്ങൾ മരണപ്പെട്ടുവെങ്കിലും 1000 വീര്യമുള്ള മുഹമ്മദുമാരിയുടെ വേറെ ഒരുപാടുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ആ ഉസാമത്തുള്ള യാത്ര സാധിച്ചു. ഇവിടേക്ക് എത്തിച്ചത് ആരാണ്? സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനക്കരുത്താണ്, ഹൃദയദാർഢ്യമാണ്. നിസ്കരിക്കുന്ന അവസരത്തിൽ ഖുർആൻ ഓതുമ്പോൾ കരച്ചിൽ വരുന്നതൊക്കെ ശരിയാ, പക്ഷേ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ വരുന്ന അവസരത്തിലാണ് ആ മഹാനവറുകളെ ഇതൊന്നുമല്ല മറ്റൊരു വ്യക്തി ഈ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക്. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു വലിയ മലവെള്ള പാച്ചിലാണ് പിന്നീടുണ്ടായത്. അതെന്താണെന്ന് അറിയാമോ? ഇന്ന് നമുക്ക് സൗദി അറേബ്യയിൽ യാത്രയിൽ ചെന്നാൽ അവിടെ അഥവാ നദിയുടെ ഒരു ഭാഗത്ത് റിയയ്യ എന്ന് പറയുന്ന സ്ഥലം കാണാം. ഏകദേശം 15 കിലോമീറ്റർ ചുറ്റളവിലായി അവിടെ ജീവിക്കുന്ന ഒരു വർഗമുണ്ടായിരുന്നു. അവരെ വിളിക്കപ്പെടുന്നത് ബനൂ ഹനീഫ എന്ന്. മദീനയിൽ റിയാദും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പക്ഷേ 9-10 മണിക്കൂർ കൊണ്ട് പാഞ്ഞെത്താൻ കഴിഞ്ഞേക്കാം. അന്നലല്ലോ. ആ ബനൂ ഹനീഫ ഗോത്രം അഥവാ റിയയ്യ എന്ന് ഇന്ന് വിളിക്കപ്പെടുന്നതും പണ്ടുകാലത്തെ കിതാബിലൊക്കെ യമാമ എന്ന് വിളിക്കപ്പെടുന്നതുമായ സ്ഥലത്ത് അവിടുത്തെ കാര്യമാത്ര പ്രസക്തനായ വ്യക്തിയായിരുന്നു മുസൈലിമത്ത് എന്ന് പറയുന്നത്. തങ്ങളുടെ കാലത്ത് തന്നെ ആ മുസൈലിമത്ത് എന്ന് പറയുന്ന മനുഷ്യൻ മെല്ലെ അവരുടെ ഏരിയയിലെ ഒരു തലയെടുപ്പുള്ള വ്യക്തിയായി ഉണ്ടായിരുന്നു. മദീനയിലല്ല, വളരെ അകലെ യമാമയിൽ അഥവാ യയയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു വഫാത്തായതോടുകൂടെ അയാളങ്ങട്ട് വിളംബരം ചെയ്തു. എന്ത്? യാതൊരു സംശയവും വേണ്ട, ഞാൻ നബി തന്നെയാണ്, പ്രവാചകൻ, പ്രവാചകനായി. നേരത്തെ തന്നെ രാജ്യത്തെ അയാൾക്കുണ്ടായിരുന്ന സ്വാധീനത്തിന്റെ പേരിലും വംശീയ വികാരത്തിന്റെ പേരിലും ആ പ്രവിശ്യയിലെ ബനൂ ഹനീഫ ഗോത്രം കംപ്ലീറ്റ് അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു. ഇദ്ദേഹം കള്ളമാണ് എന്ന് അറിയുന്ന ചില ബനൂ ഹനീഫ ഗോത്രക്കാരും വംശീയ വികാരത്തിന്റെ പേരിൽ അയാളുടെ ഭാഗം നിൽക്കുകയും ചെയ്തു. മേൽപ്പറയപ്പെട്ട ഉസാമത്തവരെ തബൂക്കിന്റെ ഭാഗത്തേക്ക്, ജോർദാന്റെ ഭാഗത്തേക്ക്, ഫലസ്തീന്റെ ഭാഗത്തേക്ക് പറഞ്ഞയച്ച അതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ 40 ദിവസം കൊണ്ട് ആളുകളായി അവർ മടങ്ങി വന്നു എന്നതിന്റെ പേരിൽ ഉറങ്ങാൻ ചാൻസ് കിട്ടുന്നതിന് മുമ്പാണ് വാർത്തകൾ കൂടുതൽ വരുന്നത്. ആ നിന്ദകളെ മൂർച്ചയേറിയ നിന്ദത്തായിരുന്നു ബനൂ ഹനീഫ ഗോത്രം ഒന്നടങ്കം മുസൈലിമത്തുൽ കദ്ദാബിന്റെ ഫോളോവേഴ്സ് ആയി മാറി. യാതൊരു കാത്തുനിൽപ്പും കൂടാതെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ മദീനയിൽ ഇരുന്നുകൊണ്ട് നിയന്ത്രിച്ചു. ഇന്ന് റിയയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന അന്ന് ബനൂ ഹനീഫ ഗോത്രക്കാരൻ താമസിച്ചിരുന്ന ആ യമാമയിലേക്ക് ആദരവായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പട്ടാളത്തെ പറഞ്ഞുവിട്ടു. ആരായിരുന്നു കമാൻഡർ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതാ മുസൈലിമത്തുൽ കദ്ദാബിന്റെ നേരെ പറഞ്ഞയക്കുകയും സമയത്ത് രണ്ട് ടീമും കൂടി പരസ്പരം മുഖാമുഖം നിൽക്കുന്ന അവസരത്തിൽ എത്ര പേരാണ് ഒരു പക്ഷത്ത് മറുപക്ഷത്ത് ഞെട്ടിപ്പോവും.
പറഞ്ഞേക്കാനുണ്ടായിരുന്നത് കേവലം 13,000 പേരെയാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ ഭാഗത്ത് അണിനിരുന്നത് 40,000 പേര്. എത്ര ഇരട്ടിയുണ്ട്? മുസൈലിമത്തുൽ കദ്ദാബും ഇവർ 2 ടീമുകളെ നയിച്ചുകൊണ്ടിരിക്കും. അധിക ദിവസങ്ങൾ വേണ്ടിയില്ല. മുസൈലിമത്തുൽ കദ്ദാബിനെ നിലംപരിശാക്കി ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു. അതാണ് യമാമ യുദ്ധം. യമാമ യുദ്ധം കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് മരണപ്പെട്ടത് 1200 പേര് മരണപ്പെട്ടു. അതേ സന്ദർഭത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിന്റെ പക്ഷത്തിൽ നിന്ന് 21,000 പേര്. എത്ര വലിയ സംഖ്യയാണ്. ഉയൈനിയിൽ പ്രവർത്തിച്ചപ്പോൾ അവിടെയുണ്ടായ നഷ്ടത്തിന്റെ കണക്കാണ് കേൾക്കുന്നത്. 40,000 പേര് 13,000 പേരോട് ഏറ്റുമുട്ടുന്നു. യുദ്ധം അവസാനിക്കുമ്പോൾ പോർക്കളത്തിൽ വീണുകിടക്കുന്ന ശത്രുപക്ഷത്തിലെ അംഗസംഖ്യ 21,000. മുസ്ലിം പക്ഷത്ത് മരണപ്പെട്ടത് 1200. മുസൈലിമത്തുൽ കദ്ദാബിനെ വധിച്ചു. അദ്ദേഹത്തിന്റെ പട്ടാളത്തിന്റെ വിവിധ വിങ്ങുകളുണ്ട്. ആ ഓരോ വിങ്ങിന്റെയും ഹെഡുമാരെ വിധിക്കപ്പെട്ടു. ഇന്ന് നമുക്ക് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഫ അതിൽ മഹാനവറുകൾ യമാമ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് പറയുന്നു. ഒരു കാരണവശാൽ പറഞ്ഞതാണ്. ആ പറഞ്ഞ സ്ഥലത്ത് മഹാനവറുകൾ പറയുന്നത് യമാമ ഒന്നല്ല, 2-3 യമാമകളുണ്ട്. ഫേമസായ യമാമ അത് മുസൈലിമത്തുൽ കദ്ദാബിനെയും പാർട്ടിയെയും നിലംപരിശാക്കിയ യമാമയാണ്. ആ യമാമയിൽ കാണാം സ്വഹാബത്തിന്റെ ഖുബൂർ ഉണ്ട്. യുസാറു, ആ ഖബറൊക്കെ സന്ദർശിക്കപ്പെടാറുമുണ്ട്. നമ്മിൽ നിന്ന് 500 കൊല്ലം മുമ്പ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ആ സ്ഥലം സിയാറത്ത് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് നമുക്ക് സിയാറത്ത് ചെല്ലുന്ന സന്ദർഭത്തിൽ അവിടെ വിസിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു വലിയ മതിൽക്കെട്ടിന്റെ വിശാലമായ മതിൽക്കെട്ടിന്റെ ഉൾവശത്ത് മതിൽക്കെട്ടിന്റെ പുറത്ത് ഖുബൂർ ശുഹദാ എന്നൊരു ബോർഡ് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ എടുത്തു മാറ്റപ്പെട്ടു. അതാരാണ്? അവിടെ മരണപ്പെട്ടുള്ളത് ആരാണ്? ഈ 1200 കുറേ പേർ സ്വഹാബത്താണ്, കുറേ പേർ താബിഈൻ. ആ മരണപ്പെട്ട കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അനിയൻ സഹോദരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപ്പൊരുത്തത്തിന്മേൽ മുസൈലിമത്തിലേക്ക് പോയിട്ടുള്ള ലീഡർമാരിൽപ്പെട്ട ഒരാളായിരുന്നു സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താണ് ഇബ്നു ഹജർ പറഞ്ഞത്? അവിടെ ഖുബൂറുകളുണ്ട്, അവ സന്ദർശിക്കപ്പെടുന്നു, സിയാറത്താക്കപ്പെടുന്നു. ആ സിയാറത്താക്കപ്പെടുന്ന ഏത് രൂപത്തിലാണ്? നമ്മിൽ 500 കൊല്ലം അകലെയാണ് മഹാനായ ഇബ്നു ഹജർ അല്ലെങ്കിൽ 600 കൊല്ലം. ഇതെപ്പോഴാണ് അവിടെ ഖബറുകൾ ഉണ്ടാകുന്നത്, ശുഹദാക്കൾ ഉണ്ടാകുന്നത്? 1400 കൊല്ലം മുമ്പ്. അപ്പോൾ അവർ ഷഹീദായതിനു ശേഷം
അവിടെയെല്ലാം തന്നെ മുസ്ലിങ്ങളെ ആ രാജ്യം വരലോടുകൂടെ എന്തായി മാറി? അവിടെ സ്വഹാബത്തിന്റെ ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ പല സ്ഥലത്തു നിന്നും ആളുകൾ വരുന്ന ഒരു കൾച്ചർ രൂപപ്പെട്ടു. അതാണല്ലോ ഇതിനെ കണ്ടിട്ടുള്ളത്. ആ കൾച്ചർ എത്ര വരെ എത്തിയെന്ന് ചോദിച്ചാൽ, മേൽപ്പറയപ്പെട്ട മതിലിന്റെ ഉള്ളിൽ വിശാലമായി കിടക്കുന്ന ഈ മൈതാനിയിൽ നേരത്തെ മൈതാനി എന്ന് പറയുന്നതിൽ നിന്ന് ലേശം വിട്ടിട്ട് നിരവധി കൊച്ചു 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 മഖാമുകളായി. അതിൽപ്പെട്ട ഒരു മഖാമാണ് റളിയല്ലാഹു വേണ്ടി മാത്രമായി മേൽക്കൂരയിലൂടെ ഉണ്ടാക്കപ്പെട്ട മഖാം. ഈ മഖാമോടുകൂടെയുള്ള വിശാലമായ ഒരു മൈതാനി, എല്ലാവർക്കും മഖാം വീട്ടിലില്ല. അറിയപ്പെട്ട മഖാം സയ്യിദ് ഇബ്നു ഖത്താബ് എന്നതിൻ്റെതായി മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി കണ്ട മഹാനവറുകൾ പരാമർശിച്ച മേൽപ്പറയപ്പെട്ട ഇടം പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അത് വിജയമായി ആ സ്ഥലം ഇരയായി. എന്തിന്? കർസേവയ്ക്കിരയായി. ആ കർസേവ നടത്തിയ വ്യക്തി മറ്റാരുമല്ല, അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി. നമ്മിൽ നിന്ന് ഒരു 200 കൊല്ലം അകലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ദർഇയ ഉയൈന എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവിടുത്തെ നാടുവാഴിയായിരുന്ന രാജാവിനോട് ആവശ്യപ്പെട്ടു, സയ്യിദ് ഇബ്നു ഖത്താബ് എന്നവരുടെ ഈ ജാറ കൊണ്ട് ആളുകൾ മുശ്രിക്കുകളായി പോകുന്നുണ്ട്, അതുകൊണ്ട് ഇത് പൊളിക്കണം. പക്ഷേ ആ നാടുവാഴി ധൈര്യപ്പെട്ടില്ല. നാടുവാഴി പട്ടാളക്കാരെയോ പോലീസിനെയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടത് നശിപ്പിച്ചില്ല. ആരും മുന്നോട്ട് വരാനിരുന്ന സന്ദർഭത്തിൽ സാക്ഷാൽ ബാബരി മസ്ജിദിന്റെ മുകളിൽ കർസേവകർ കയറി അതിന്റെ താഴികക്കുടം തല്ലിവെക്കുന്നത് പോലെ നമ്മിൽ നിന്ന് 200 കൊല്ലം മുമ്പകലെ സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആ താഴികക്കുടം അയാൾ പുറത്ത് നശിപ്പിച്ചു എന്നാണ് താരീഖ് നദിയിൽ പറയുന്നത്. താരീഖ് നദി സുന്നി വിഭാഗം എഴുതുന്ന താരീഖ് നദിയല്ല, നദികളെ തന്നെ ഇറക്കുന്ന താരീഖ് നദിയല്ല. അതൊരു അഭിമാനമായിട്ടാണ് പറയുന്നത്. ഒന്നദ്ദേഹം തകർത്തതോടുകൂടെ ബാക്കിയുണ്ടായിരുന്ന മറ്റുള്ളവരുടെ അനുയായികൾ കൂടി തകർത്തു. അതാണ് കർസേവ. ഇരിക്കട്ടെ, നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് വരാം. ഇത് ചെറിയ വിഷയമല്ല. ബദറും ഉഹുദും സാധാരണ കേൾക്കാറുണ്ട്. എന്നാൽ 40,000 പേരോട് ആ 13,000 ആളുകളെ പറഞ്ഞയക്കുന്ന മനുഷ്യന്റെ മനസ്സ്, ആ ഹൃദയദാർഢ്യം, അതൊന്ന് വിചാരിച്ചു നോക്കുക. എന്ത് കണ്ടിട്ടാണ് ഈ രണഭൂമിയിലേക്ക് ആളുകളെ പറഞ്ഞയക്കുന്നത്? ഒരു തമാശയില്ല. എന്താണ് തമാശ അറിയാം? തോൽക്കുകയാണ് എന്ന് കണ്ടു തുടങ്ങിയപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായികൾ ഒരു വലിയ തോട്ടത്തിന്റെ ഉള്ളിൽ കയറി. ആ തോട്ടത്തിനെ പിൽക്കാലത്ത് വിളിക്കേണ്ടി വന്നു. ആ തോട്ടത്തെ എന്ത് വിളിക്കേണ്ടി വന്നു? തൃശ്ശൂർ ജില്ലയിൽ എടുത്തു പോയാൽ തലക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടതാണ്. ആ പേര് കൊടുക്കേണ്ടി വന്നു ഈ ഹദീഖത്തിന്. എന്താ പേര്? ഹദീഖത്തുൽ മൗസ്. എന്താ കാരണം? ഇവരെല്ലാവരും ഒരു കോട്ട എന്ന രൂപത്തിൽ ഈ ഒരു മതിൽക്കെട്ടുള്ള, ഉയർന്ന മതിൽക്കെട്ടുള്ള തോട്ടത്തിന്റെ ഉള്ളിൽ കയറി വാതിലടച്ചു. തോട്ടത്തിന്റെ വാതിലടച്ചു. ആത്മരക്ഷ. ഇതുവരേക്കും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തോൽക്കുകയാണ് എന്ന് കണ്ടപ്പോൾ അവർ ചെയ്ത പണിയാണ്.
സമയത്ത് മുസ്ലിം പക്ഷത്തിൽ നിന്ന് ബറാഉൻ മാലിക് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ എന്നെ ഏതോ വിധേന പൊക്കിയിട്ട് ഈ മതിലിന്റെ മുകളിലൂടെ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് എത്തിച്ചു തരിക. ഒരുപാട് ആളുകൾ അവരുടെ കുന്തം കീഴേ പിടിച്ചുകൊണ്ട് ആ കുന്തം പൊക്കി ഇതിന്റെ മുകളിൽ മഹാനായ ബറാഉൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പൊക്കി മതിലിന്റെ അപ്പുറത്തേക്ക് ഇട്ടു. ഒറ്റ മനുഷ്യൻ. എന്തായിരിക്കും ആ ആത്മധൈര്യം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപ്പൊരുത്തമാണെന്ന് പറഞ്ഞ തെറ്റില്ല. അങ്ങ് ബറാഉൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വ്യക്തിത്വം ഈ പറയുന്ന കുന്തത്തിന്റെ മുകളിലൂടെ കടത്തപ്പെട്ട് അങ്ങോട്ട് വീണതിന് ശേഷം അദ്ദേഹം പണിപ്പെട്ടുകൊണ്ട് തുറക്കാത്ത വാതിൽ തുറന്നു. അതോടുകൂടി മുസ്ലിം ബറ്റാലിയൻ ഇതിനകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ മുർത്തദികളെയും സലീമുൽ കദാബിന്റെ ആളുകളെയും യാത്രയാക്കി. അന്ന് വീണ പേരാണ് ആ തോട്ടത്തിന് ഹദീഖത്തുൽ മൗത്ത്, തലക്കുളം. തീർന്നില്ല. ഒരു ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ശല്യം സൃഷ്ടിച്ചപ്പോൾ അതിന് വളരെ ഭംഗിയായ ഒരു സമാപനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുത്തി. അറിഞ്ഞല്ലോ, ആ സമയത്താണ് മറ്റൊരു മനുഷ്യൻ പൊങ്ങുന്നത്. നമുക്ക് UAE എന്ന് പറയുന്ന രാജ്യത്ത് വിസ കിട്ടിയാൽ കുറച്ച് മുമ്പൊക്കെ ഒരു സൗകര്യമുണ്ടായിരുന്നു. UAE എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാണ് ഫുജൈറ, ഹോഫുഖാൻ, ദിബ എന്നൊക്കെ പറയുന്ന കടലോരങ്ങൾ. അവിടെ നാം ചെല്ലുന്ന നേരത്ത് പണ്ടുകാലത്ത് അനുവദിച്ചിരുന്നു ദുബായ് വിസയുള്ള ആളുകൾക്ക് താൽക്കാലികമായി ഒന്ന് കയറിപ്പോരാനുള്ള സമ്മതം പോലീസുകാരുമായി. എവിടേക്ക്? ഒമാനിന്റെ ഭൂമിയായ ദിബ. ദിബ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്തിന്റെ കുറെ ഭാഗം UAE-യിലാണ്. എന്നാൽ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റായ മുസന്തം, ആ മുസന്തമിന്റെ ഒരു ചിന്തി എന്ന രൂപത്തിൽ ഒരു ദിബ ഒമാൻകാരുടെ കയ്യിൽ. ഈ ദിബ എന്ന് പറയുന്ന സ്ഥലത്താണ് മുസൈലിമത്തുൽ കദ്ദാബല്ലാതെ മറ്റൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ലതീഫ് ഇബ്നു മാലിക് എന്നാണ്. അയാൾ മുത്തനബ്ബി, അതായത് നുബുവത്തിനെ ബാധിച്ചു എന്നാണ്. കഴിയുമോ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു അടങ്ങിയിരിക്കാൻ 2 വർഷവും 7 മാസവും ഖിലാഫത്തിൽ ഇരുന്ന ഒരു രാവും ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ ആ വ്യക്തിത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ചരിത്രം. കാരണം ഹർബുദ്ദ എന്നല്ല നമ്മൾ പറയാറുള്ളത്, ഹൂബുദ്ദ. ഇപ്പോൾ മുത്തനബിയുടെ കഥയെ ഞാൻ പറയുന്നുള്ളൂ. ഖബായിലിന്റെ ഇർതിദാദികൾ ഒരവിടെ പറയാൻ കിടക്കുന്നുണ്ട്. ഒരിക്കലും തീരാത്ത ചരിത്രം. ഈ രണ്ടാമത്തെ വാചകത്വ കഥ കൂടി പറഞ്ഞു നമുക്ക് അവസാനിക്കും. UAE വിസയുണ്ടായാൽ അല്ലെങ്കിൽ ഒമാന്റെ വിസ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിയും സിയാറത്ത് ചെയ്യാൻ. എവിടെ? ഈ മുസന്തമിന്റെ ഭാഗമായിട്ടുള്ള ഒമാന്റെ ദിബയിൽ സിയാറത്തിന് ചെന്നാൽ കാണാൻ കിട്ടുന്ന കാഴ്ച നേരത്തെ സൗദി അറേബ്യയിലെ യമാമയിൽ കാണുന്ന അതേ കാഴ്ചയാണ്. സൗദി അറേബ്യ അവരിലെ പുതിയ കാഴ്ചപ്പാടിന്റെ പേരിൽ ഖുബൂർ ശുഹദാ എന്ന് പറയുന്ന ബോർഡ് വളരെ അടുത്ത കാലത്ത് എടുത്തു മാറ്റി. അവരുടെ കയ്യിൽ ഭരണം ഇരിക്കുമ്പോഴും കുറെ കാലം ആ ഖുബൂർ ശുഹദാ എന്നുള്ള ബോർഡ് ഉണ്ടായിരുന്നു. പച്ച പെയിന്റൊക്കെ അടിച്ചുകൊണ്ടുള്ള ബോർഡ്. ആ പ്ലേസ് എങ്ങനെയാണോ നമ്മുടെ ദൃഷ്ടിയിൽ സെയിം കാഴ്ച നമുക്ക് ഈ ദിബയിൽ ചെന്നാൽ കാണാൻ കഴിയും.
അവിടെയും ഒരുപാട് ആളുകൾ ഷഹീദായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ ഹൃദയദാർഢ്യം നാം മറക്കുന്നത് അവിടെയാണ്. കാരണം മദീന എവിടെ കിടക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ദിബ്ബ എവിടെ കിടക്കുന്നു? ദിബ്ബ കിടക്കുന്നത് യുഎഇയുടെ ഒരു മൂലയ്ക്കാണ്, അഥവാ ഒമാനിന്റെ ഒരു മൂലയ്ക്കാണ്. അവിടെയുള്ള ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ട് ലത്തീഫുൽ മാലിക് എന്ന് പറയുന്ന വ്യക്തിത്വം കള്ളപ്രവാചകത്വമായി നടക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ 2000-ഓ അതിൽ കൂടുതലോ കിലോമീറ്റർ അകലെയായിരിക്കാം ആ സന്ദർഭത്തിൽ സിദ്ദീഖ് എന്നവരുള്ളത് മദീനയിൽ. ആ മദീനയിൽ നിന്ന് നിയോഗിക്കുന്നു. നേരത്തെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നുവെങ്കിൽ ഇവിടെ സിദ്ദീഖ് എന്നവർ അദ്ദേഹത്തിന്റെ പൊരുത്തം കൊടുക്കുന്നത് ജയ്ഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ സഹോദരനുമാണ്. അവരെ രണ്ടുപേരെയും നിയോഗിച്ചു. ലത്തീഫുൽ മാലിക്കിന്റെ അനുയായികളെ ഏറ്റുമുട്ടാൻ സംഭവിച്ചു. യുഎഇയിലെയും ഒമാനിലെയും രണ്ടിലെയും കൂടി അതിർത്തി പ്രദേശമുള്ള ആ സ്ഥലത്ത് നല്ല ഫൈറ്റ് നടന്നു. വിശാലമായ മൈതാനിയാണ്. എത്രയോ വ്യക്തികൾ അവിടെ മരണപ്പെട്ടിരുന്നു. ഇരുപക്ഷത്തിൽ നിന്നും വമ്പൻ ആൾനാശം ഉണ്ടായി. വിജയിച്ചു, നിശ്ചയം വിജയിച്ചു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിനെയും നിലംപരിശാക്കി. ഇതിന് പുറമെയാണ് നമുക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് അപ്പോഴേക്ക് അനുസൃതമായ സാമൂഹ്യ നടത്തിപ്പുകളും കേവലം ഒരു ഫൈറ്റർ എന്ന ഹിസ്റ്ററി സ്ഥിതി ഉണ്ടാക്കിയെന്ന് പോവുകയല്ലേ ചെയ്തത്. മറിച്ച് ഒരു ഫൈറ്റ് നടന്നാൽ അതിനാലുണ്ടായിത്തീരുന്ന തിക്താനുഭവങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്തു. അതാണ് സാമൂഹ്യ കൈകാര്യം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾ യമാമയിൽ എത്ര പേര് മരിച്ചു? 1200 പേര്. ആ 1200-ൽ ഏകദേശം 70 പേര് വിശുദ്ധ ഖുർആൻ ആദ്യന്തം മനഃപ്പാടമുള്ള ആളുകളാണ്, ഹാഫിളുകളാണ്. ഹാഫിളുകൾ ഇങ്ങനെ മരണപ്പെട്ടു എന്ന് വന്നപ്പോൾ ഇനി എന്ത് ചെയ്യാനാ, കഷ്ടം എന്നും പറഞ്ഞിരിക്കുകയല്ല ഈ ഭരണകർത്താവ് ചെയ്തത്. വളരെ പെട്ടെന്ന് അതിന്റെ നീക്കങ്ങൾ നടത്തി. നീക്കം വിഷയം ചർച്ച ചെയ്ത് ഇങ്ങോട്ട് പറയുന്നു, അവസരിക്കുന്നവർ അങ്ങോട്ട് പറയുന്നു. തീരുമാനത്തിലെത്തി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ മനോഹരത്തിൽ കിടക്കുന്ന ഖുർആൻ ലിപിവൽക്കരിക്കണം, പുസ്തകവൽക്കരിക്കണം. അങ്ങനെയാണ് യമാമായ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ജംഉൽ ഖുർആൻ അഥവാ രണ്ട് ചട്ടക്കൂടിന്റെ ഉള്ളിലേക്ക് എഴുതിയ ഖുർആൻ ഉണ്ടാവുക എന്ന നടപടി. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വലിയ സംഭാവനയായി. അതുവരേക്കുള്ള ഖുർആനിന്റെ ജംഉ എവിടെയാണ്? അതുവരേക്കുള്ള ഖുർആനിന്റെ ജംഉ ഹൃദയങ്ങളിലാണ്. ഈ 70 ആളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഫാത്തിഹ വരെയുള്ളത് വലിയായി ഓതാൻ കഴിയും. ജംഇല്ലായി ഇല്ല. ഇന്നാലിനാ ജംഉ എന്നല്ലാഹു പറഞ്ഞ ആ ജംഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോഴേക്ക് തങ്ങളുടെയും ഒരുപാട് സഹാബികളുടെയും ഹൃദയത്തിൽ ജംഉ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനെ ലിപിവൽക്കരിച്ചുകൊണ്ട് രേഖാക്കിക്കൊണ്ടുള്ള ജംഉ നടന്നില്ല. യമാമയിലെ ആ യുദ്ധത്തെ തുടർന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പണിയും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു. ആളുകളെ അപ്പോഴത്തപ്പോൾ വേണ്ടവരൊക്കെ നിശ്ചയിച്ചു. അന്ന് അങ്ങനെ ഒരു ജംഉ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് എന്താകുമായിരുന്നു മുസ്ലിങ്ങളുടെ കഥ. അന്ന് അങ്ങനെ ഒരു ജംഉ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു വലിയ ആശയക്കുഴപ്പം ബാക്കിയുണ്ടാകുമായിരുന്നു. കാരണം എന്താണ്? ഷിയാക്കൾ എന്ന് പറയുന്നവർ അവർ ഒരു തലയും വാളില്ലാതെ ഇന്ന് പറഞ്ഞു നടക്കുകയാണ്. എന്ത്? അല്ലാഹു തആല ഇറക്കിയിട്ടുള്ള ഖുർആൻ കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ ഇന്നില്ല.
സൂറത്തുൽ വാഖിയ എന്നൊക്കെ പറയുന്നത് പോലെ സൂറത്തുൽ ലായ എന്ന് പറയുന്ന ഒരു സൂറത്ത് അല്ലാഹ് ഇറക്കിയ ഖുർആനിലുണ്ട്. അത് ഇന്ന് നമുക്ക് ഓതാൻ കിട്ടുന്നില്ല, നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഖുർആൻ മുറിഞ്ഞു പോയിട്ടുണ്ട്, വിട്ടുപോയിട്ടുണ്ട്. ഇത്തരം ഒരു പ്രചരണം നടക്കുമ്പോൾ യുക്തിവാദികളും മറ്റ് മതക്കാരായ എതിർപ്പുകാരും അവരങ്ങനെ പറയുന്നില്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ നേരെ കുതിര കയറുക എന്നൊക്കെ പറയുന്ന ഭാഷയില്ലേ, അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് അഡ്രസ് ഉണ്ടാക്കി തന്നത്, പിടിച്ചു നിൽക്കാനുള്ള അഡ്രസ് ഉണ്ടാക്കി തന്നത് അധ്വാനമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. അങ്ങനെ നടന്നിട്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പറയുന്ന വിമർശനങ്ങളുടെ മുന്നിൽ ആണത്തോടുകൂടെ നമുക്ക് നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചോദിക്കും, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കുഴൽകുത്ത് നടത്തുന്നത്? ഷിയാക്കളോട് ചോദിക്കും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ അലിയിൽ അല്ലാഹുവിന് വേണ്ടി കുഴൽകുത്ത് നടത്തുകയാണ്, ഫാത്തിമ ബീവിക്ക് വേണ്ടി കുഴൽകുത്ത് നടത്തുകയാണ്. ശരി, എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോൾ 10 വർഷം മഹാനവറുകൾ ഖലീഫയായിരുന്നില്ലേ? ആ ഖിലാഫത്തിന്റെ സമയത്തല്ലയോ എന്ന് നടന്നത്? തറാവീഹ് എന്ന് പറയുന്ന നിസ്കാരത്തെ രണ്ടാമത് പുനർക്രമീകരണം നടന്നത്. എന്താ പുനർക്രമീകരണം എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്ത് കാലത്ത് 3 രാത്രികളിൽ നബിമങ്ങൾ എങ്ങനെയാണോ തറാവീഹ് നിസ്കരിച്ചത്, ആ നിസ്കരിച്ചത് സംഗതിവശാൽ തങ്ങൾ അങ്ങ് നിർത്തിവെച്ചു, ആ ശൈലി നിർത്തിവെച്ചു. പിന്നീട് ഉമറുടെ സമയം വന്നപ്പോൾ അല്ലാഹു തആല ഫർളാക്കുമോ എന്ന ഭീതിയാലല്ലയോ നിർത്തിവെച്ചത്? ഇന്നിപ്പോൾ അങ്ങനെ ഭീതിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പഴയ പടി തിരിയുക. ഉമറുടെ കാലത്ത് തറാവീഹ് പഴയ പോലെ വീണ്ടും 20 റക്അത്ത് തറാവീഹ്. ആ തറാവീഹ് അന്ന് മുതൽക്ക് മദീനയിൽ നടക്കുന്നു, മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നു. സമയത്ത് ആദ്യത്തെ 10 റക്അത്ത് ഒരു ഇമാമിനെ കൊണ്ട്, രണ്ടാമത്തെ 10 റക്അത്ത് മറ്റു ഇമാമിനെ കൊണ്ട് നിർത്തി ജനങ്ങളെ കൊണ്ട് തറാവീഹ് എന്ന് പറയുന്ന വലിയ സംഗമം അവിടെ നടക്കുന്ന നേരത്ത് ഈ കാരികളാകുന്ന ഇമാമിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് വലല്ലാലീൻ കേൾക്കുമ്പോൾ ആമീൻ പറയാൻ വേണ്ടി നിൽക്കുന്ന ബഹുശതം ആളുകളല്ലേ നിങ്ങൾ ഈ കുഴൽകുത്ത് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് എന്താണ്? 30 ദിവസം കൊണ്ട് ഖത്മ് കഴിയുന്ന കാഴ്ചയാണ്. ഒരു ദിവസത്തിൽ ഒരു ജുസ്, രണ്ടാമത്തെ ദിവസത്തിൽ ഒരു ജുസ്, 30 ദിവസം കൊണ്ട് ഖത്മുൽ ഖുർആൻ. അതിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് മൗനമായി നിസ്കരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു മഹാൻ പറയേണ്ടതല്ലേ? എന്ത് വിശുദ്ധ ഖുർആൻ മുറിഞ്ഞു പോയിട്ടുണ്ട്, കഷ്ണം വിട്ടു പോയിട്ടുണ്ട്, അത് തിരിച്ചറിയണമെന്ന് പറഞ്ഞില്ല. ഉണ്ടായോ? ഉണ്ടായില്ല. ഇരിക്കട്ടെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ മഹാനവറുകൾ ആദ്യത്തെ ശീൽ മദീനത്തെ പള്ളിയിലും പിന്നീടുള്ള കാലത്ത് കൂഫയിലും നിന്നുകൊണ്ട് ഇമാമായി തറാവീഹിലും ആളെ നിർത്തുകയും ഇമാമായി നിൽക്കുകയും ചെയ്തില്ലേ? ഈ കാലയളവിൽ എവിടെയെങ്കിലും ഒരു സൂറത്തുൽ വാഖിയക്ക് സമാനമായ സൂറത്തുൽ വിലായ കൊണ്ടുവരാൻ ഇല്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് 2 ചട്ടക്കൂടിന്റെ ഉള്ളിലാക്കി ലോകത്തിന് സമ്മാനിച്ചത്, അത് തന്നെയാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഓതിയത്. അതിന് തന്നെയാണ് അലി റളിയല്ലാഹു അൻഹു ഉമ്മാവുകയും ചെയ്തത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഇന്ന് പറയുന്ന ആ പുതിയ ശബ്ദം അപശബ്ദം മാത്രമാണ്. എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ സാധിച്ചത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു മുസ്ഹഫ് അതിനെ ആധാരമാക്കിയാണ് ഈ തറാവീഹുകളിലെ 10 ഇമാമുകളും 10 റക്അത്ത് ഇമാമും 10 റക്അത്ത് മറ്റേ ഇമാമും എന്ന രൂപത്തിൽ ഓതിക്കൊണ്ടിരുന്നത്. ധൈര്യത്തിൽ പറയാം, അതിന്റെ ബാക്കിൽ നിന്ന് എല്ലാവരും നിസ്കരിച്ചു എന്നുള്ളത് തന്നെയാണ്. വേറൊരു ഖുർആനില്ല, ഒരു ഖുർആനില്ല. അതിനെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വഫാത്താകുന്നവരേക്കുള്ള
ഒരുപാട് സംഭവങ്ങൾ വേറെയും പറയാനുണ്ട്. മാന്യ സക്കാത്തുകളെ പിറകെ പോയതും മറ്റുമൊക്കെ. ഞാൻ ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അതെന്താണ്? സുദീഖിന് താവഴിയിൽ, അതായത് സന്താന പരമ്പരയിലൂടെയുള്ള വലിയൊരു ധന്യത ലഭിച്ച വ്യക്തിത്വം. എന്ന് പറയുന്ന മഹാനവരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ സാഫല്യം ആകുന്നു സുഹൃത്തുക്കളെ. ഇന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല, 99%, 97% എന്നൊക്കെ കേൾക്കാം തുർക്കിയിലെ മുസ്ലിം ജനസംഖ്യയെ കുറിച്ച്. ഒരു വേള പറഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനാണ്. തെറ്റാവുകയില്ല. കാരണം എന്താണെന്നറിയാം? ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ഷിറാനിലെ പൂങ്കുയിൽ നിന്ന്. ആ ഷിറാനിലെ പൂങ്കുയിൽ എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ശരിയായ പേര് മുഹമ്മദ് ബിൻ ഹുസൈൻ ബഹാറുദ്ദീൻ ബലഖി അൽ-ബക്രി എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലുള്ള വ്യക്തിത്വം. ഇത് വാപ്പട്ട പേരാണ് മുഹമ്മദ്. പക്ഷേ ലോകം അദ്ദേഹത്തെ വിളിക്കുന്നത് ജലാലുദ്ദീൻ റൂമി എന്ന. ഷിറാനിലെ പൂങ്കുയിൽ എന്ന് വിളിക്കും. മഹാനവറുകളെ നാം അവലോകനം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ഹിസ്റ്ററി ബുക്കാണ് ബലഖി എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് തുടങ്ങി കൂനിയ വരെ നീണ്ടു നിൽക്കുന്ന ചരിത്രം എന്നാണ്. അതാരാണെന്നറിയാമോ? ഈ ജലാലുദ്ദീൻ റൂമി എന്നവരുടെ ലൈഫാണ് ആ പുസ്തകം. 3 പ്രവിശ്യകൾ രോമാഞ്ചം കൊള്ളുന്നു എന്നാ പറയുന്നത് ജലാലുദ്ദീൻ റൂമിയുടെ വകയായി. ഒന്ന് അഫ്ഗാനികൾ, പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഖുറാസാനി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അഫ്ഗാനി. അഫ്ഗാൻ മുതൽ അങ്ങോട്ട് പോയിട്ട് രണ്ടാമത് എന്ന് നമ്മൾ വിളിക്കുന്ന പേർഷ്യ, അതും കഴിഞ്ഞ് അപ്പുറത്ത് തുർക്കി. ഈ കാണുന്ന മുഴുവൻ മണ്ഡലങ്ങളിലെയും ഇന്ന് കാണുന്ന ഇസ്ലാമികമായ ആ കിളിർത്ത് നിൽപ്പ്, അതിന്റെ കാരണക്കാരൻ ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കളെ കൊണ്ടുണ്ടായ ഗുണമാണ് എന്നാ പറയുന്നത്. ഇവിടെ നാം കേരളത്തിൽ പറയുന്നുണ്ടല്ലോ, മഖ്ദൂമികളെ കൊണ്ട് നാടിന് നേട്ടമുണ്ടായി, അതിന്റെ ക്രെഡിറ്റ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് പറയാറില്ലേ? ദ്വീപിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടുള്ള വ്യക്തിത്വം വന്നു അന്ദമാൻ ദ്വീപിൽ നാം പറയാറുണ്ട്. എന്നാൽ കേട്ടോളൂ, അഫ്ഗാനിസ്ഥാനിൽ, ഇറാനിൽ, ഇറാഖിൽ, അങ്ങനെ തുർക്കിയിൽ, ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം ഇസ്ലാമികമായ ഉയർച്ചയും വളർച്ചയും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു വലിയ മുസീബത്ത് ഈ മേഖലയിലേക്ക് തട്ടുകയുണ്ടായി. സഹാബത്തിന്റെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം തട്ടിയ മുസീബത്താണ് ചെങ്കിസ് ഖാന്റെ പടയോട്ടം എന്ന് പറയുന്നത്. ചെങ്കിസ് ഖാന്റെ പടയോട്ടം എത്ര ഇസ്ലാമിക പ്രവിശ്യകളാണ് ആ മനുഷ്യനെ തകർത്തത്, കണക്കില്ല. അദ്ദേഹത്താൽ നശിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു ഈ പറയുന്ന ഖുറാസാൻ അഥവാ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, പലസ്തീൻ വരെയൊക്കെ എത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത്.
അപ്പോൾ ആ മനുഷ്യനുണ്ടാക്കി വെച്ചിട്ടുള്ള മുസീബത്തിന്റെ കാരണത്താലും അടുത്തത് അതിന്റെ തൊട്ടു മുമ്പായി നടന്നിട്ടുള്ള കുരിശുയുദ്ധത്തിന്റെ കാരണത്താലും ഇസ്ലാമിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും കാര്യമായ ഒരു നഷ്ടം സംഭവിച്ചു നിൽക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് ആ വിധത്തിൽ ഈ സിയാസി തളർച്ചയുടെ ഒപ്പം അഖീദപരമായ വലിയൊരു തളർച്ചയും ഉണ്ടായി. അതാണ് മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഗ്രീക്ക് ചിന്തകൾ ചില മുസ്ലിങ്ങളിലേക്ക് കടന്നു കൂടിയതിന്റെ പേരിലുണ്ടായിരിക്കുന്ന മുഅ്തസിലത്തിന്റെയും ജബരിയ്യത്തിന്റെയും മുർജിയത്തിന്റെയും ഒക്കെ വാദഗതികൾ. അതിലും ഒരുപാട് ആളുകൾ അകപ്പെട്ടു. ഇനിയും തീർന്നില്ല. പേർഷ്യ എന്ന് പണ്ട് പറഞ്ഞ ഇന്ന് ഇറാൻ ഇറാഖ് എന്ന് പറയുന്ന സ്ഥലം അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടം മുതൽക്ക് അല്ലെങ്കിൽ അതിനു കുറച്ച് മുമ്പ് അന്ന് മുതൽക്ക് തുടങ്ങിയ ബാബിലോണിയൻ സംസ്കാരം എന്ന് പറയുന്ന തീയാരാധനയുടെയും പ്രകൃതി വസ്തുക്കളുടെ ആരാധനയുടെയും ഒരു ഇല്ലമായി. ഇവിടെ ഭദ്രദീപം വന്നതും ദീപാവലി വന്നതും അതുപോലെ വിളക്ക് വെക്കൽ വന്നതും എല്ലാം ബാബിലോണിയയിൽ നിന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കീഴിലിട്ട അതേ ബാബിലോണിയൻ മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിന്റെ ബാലപത്രമാണ്, അതിന്റെ അനുബന്ധ പത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്ന എല്ലാവിധ അഗ്നിയാരാധനയും. അപ്പോൾ ഇറാഖിൽ ആ തീ അണഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞു, പല യുദ്ധങ്ങൾ കഴിഞ്ഞു. അപ്പോഴും പിടിച്ചു നിൽക്കുന്നതായിരുന്നു സ്വരാഷ്ട്രമതക്കാർ തീയുമായിട്ട്. ആ സ്വരാഷ്ട്രമതത്തോടൊപ്പം നിന്നുകൊണ്ട് നിൽക്കുന്നതായിരുന്നു കാക്കായിയ എന്ന പേരിലുള്ള ഒരു പ്രസ്ഥാനം. സ്വരാഷ്ട്രമതത്തിന്റെ ഒരു ഭാഗമാണ് കാക്കായിയ. നമ്മൾ കാക്കാമാരും വിളിക്കില്ലേ, ജ്യേഷ്ഠൻ എന്ന അർത്ഥത്തിന് കാക്ക. അത് ഇവിടെ നിന്നല്ല, അത് കുർദിസ്ഥാനിലെ ഒരു പദാണത്. നമ്മൾ വിചാരിക്കും കാക്ക എന്ന് പറയുന്ന അയാളല്ല, അത് അവരുടെ ഭാഷയാണ്. അത് ഏതോ എത്തിപ്പെട്ടു. അവരെ വിളിക്കുന്നതിന് ഇവിടെ കളിയാക്കി പറയുന്ന കാക്കാമാരും കാക്കാത്തിയും. പക്ഷേ ഇറാഖിൽ ചെന്നാൽ കാക്കായിയെ പറയുന്നത് പ്രത്യേക വിങ്. അവരിപ്പോഴും ആ സ്വരാഷ്ട്രമതത്തിന്റെ ബാക്കി പത്രമായി. ചുരുക്കി പറഞ്ഞാൽ കാക്കായിയ, സ്വരാഷ്ട്രം, മജൂസികൾ, മുഅ്തസിലത്ത്, മുർജിയത്ത്, സലാഹുദ്ദീൻ അയ്യൂബി എന്നൊരു പോയതിന് ശേഷമുണ്ടായിരുന്ന രാഷ്ട്രീയ പരാജയങ്ങൾ, ഇതെല്ലാം കൂടി കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് ഒരു വലിയ ഹനഫി പണ്ഡിതനായ ഈ ജലാലുദ്ദീൻ റൂമി ഈ രംഗം കാണുന്നത്. ശാഫിഈ മദ്ഹബിൽ ബസീത്തും വലീദും ഇങ്ങനെ ഒരുപാട് ഫിഖ്ഹിന്റെ കിതാബുകൾ എഴുതി ശാഫിഈ മദ്ഹബിനെ അരക്കിട്ടുറപ്പിച്ച് നമുക്ക് തന്നിട്ടുള്ള ഇമാം ഗസാലി എന്നവർ ജീവിതത്തിന്റെ സാരാംശത്തിൽ തസവ്വുഫിലേക്ക് നീങ്ങിയതുപോലെ ഒരു വലിയ ഹനഫി പണ്ഡിതനായ അഫ്ഗാനിസ്ഥാനിലെ ബലഖ് എന്ന് പറയുന്ന സ്ഥലത്തെ ഈ വ്യക്തിത്വം, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിന് ഉപ്പായുടെ ബഹാവുദ്ദീൻ എന്നാണ്. ആ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിത്വം തസവ്വുഫിന്റെ മാർഗം സ്വീകരിച്ചു. ആരാൻ? ബഖിയ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ സമാനപരമാണ്. തസവ്വുഫിന്റെ മാർഗത്തിലേക്ക് പോയ സന്ദർഭത്തിൽ മഹാനവറുകൾ അത് ഇഹ്യാ എന്ന് പറയുന്ന കിതാബിരിക്കലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില പഠിപ്പിക്കലുകളിലും ഒതുങ്ങി നിന്നു. പോയി കുറെ പാർത്തു. എന്നാൽ ഇങ്ങനെ തസവ്വുഫ് സ്വീകരിച്ച സന്ദർഭത്തിൽ കണ്ട കാഴ്ച എന്താണെന്നല്ലേ, അദ്ദേഹം ഇപ്പറയുന്ന ഒരു കൾച്ചർ അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഇറാൻ ഇറാഖിലും തുർക്കിയിലുമുള്ള മുസ്ലിം ജനതയുടെ ഒരു ഏകീകരണത്തിന് വേണ്ടി അവർ അതീതപരമായി പല ഭാഗത്തേക്ക് തെറിച്ചു പോകാതെ, രാഷ്ട്രീയമായി അവർക്ക് തളർച്ചയില്ലാതെ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി മഹാനവറുകൾ ഒരു പുതിയ സ്കൂളുകൾ ആരംഭിച്ചു. കെട്ടിടമല്ല,
സ്കൂളിന്റെ സംസാരമാണ്. ഏതാണ്? മറ്റൊന്നുമല്ല, അതിന്റെ പേരാണ് അത്വരീഖത്തുൽ മൗലവിയ്യ. ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ജനങ്ങളെ ഒരു കൊടിക്കൂറയ്ക്ക് കീഴിൽ ശാന്തമായി അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഏറ്റവും സഹായകമായ ഒരു ലൈനാണ് തസവ്വുഫ് എന്ന് മനസ്സിലാക്കി മഹാനവറുകൾ സ്ഥാപിച്ച ത്വരീഖത്തിന്റെ പേരാണ് അൽ അത്വരീഖത്തുൽ മൗലവിയ്യ. ശരിക്കും പറഞ്ഞാൽ അത് ഖാദിരിയ്യ ത്വരീഖത്തിന്റെ ഒരു ഇതാണ് എന്നവരെ പറയപ്പെടുന്നുണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് ആ പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളെ എന്ന ഒരു വിളിപ്പേര് അവർക്കുണ്ട്. അത് ഖാദിരിയ്യ ത്വരീഖത്തിലെ ആളുകൾക്കില്ല. ഖാദിരിയ്യ ത്വരീഖത്തിലെ ആളുകൾ ശാന്തമായി ഒരിടത്തിരുന്നു കൊണ്ട് ദിക്റ് ചൊല്ലി തീർക്കുമ്പോൾ ജലാലുദ്ദീൻ റൂമിയുടെ ആളുകൾ ദിക്റ് ചെല്ലുന്ന അവസരത്തിൽ അവർ റൗണ്ടിൽ ഇങ്ങനെ 1-2 ആളുകൾ സദസ്സിൽ കടന്ന് വട്ടം കറങ്ങി റൗണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അത് മണിക്കൂറുകളോളം ഒരു വ്യക്തി കറങ്ങുന്നത് കണ്ടാൽ മറ്റുള്ളവർക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? തലകറങ്ങല്ലോ. സാധാരണ നമ്മൾ വട്ടം കഴിഞ്ഞാൽ കുട്ടികളായിട്ട് കാലത്ത് വട്ടം തിരിഞ്ഞു നോക്കില്ലേ, 4 പിരിച്ചിലുള്ള ആള് വീഴും. ഇത് വീഴുന്നില്ല. അതിൽ നിർവഹിക്കുന്ന ആളുകളെ, അങ്ങനെ ദിക്റ് ചെല്ലുന്ന ആളുകളെ, ഈ ദവാർ രൂപത്തിൽ ദിക്റ് ചെല്ലുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ദർവേശികൾ. വിഷയം എവിടെയാണ് നന്നായി എഫക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ജലാലുദ്ദീൻ റൂമിയുടെ മകൻ, ആ മകന്റെ പേര് സുൽത്താൻ വലദി എന്ന, ഈ സുൽത്താൻ വലദി എന്ന് പറയുന്ന ആളുടെ പേരക്കുട്ടിയായിട്ടുള്ള ഒരു പെൺകൊച്ചിനെ ഉസ്മാനിയ തുർക്കികൾ, ഓട്ടോമൻ തുർക്കികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആ രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ കല്യാണം കഴിക്കാൻ തയ്യാറായി. അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ ആ കല്യാണം കഴിച്ചതിന്റെ ഭാഗമായിട്ട് ഒട്ടോമൻ തുർക്കികൾ ഈ മൗലവിയ്യ ത്വരീഖത്ത് എന്ന് പറയുന്നതിന്, അഥവാ ജലാലുദ്ദീൻ റൂമി എന്നവരുടെ ഈ ഇസ്ലാമികമായ മുന്നേറ്റത്തിന് വലിയ ഒത്താശ ചെയ്തു കൊടുത്തു. ആ ഒത്താശ ചെയ്തു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തുർക്കിയിൽ നല്ല വികാസം ഇസ്ലാമിനുണ്ടായത്. ഇന്ന് നിങ്ങൾക്ക് തുർക്കിയുടെ സൈറ്റ് ചെക്ക് ചെയ്യുന്ന അവസരത്തിൽ കാണാൻ കഴിയും. ഉർദുഗാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അവിടുത്തെ ഭരണാധിപൻ ഏറെ ഇസ്ലാമികമായി പ്രസംഗിക്കുന്നയാളാണ്. 2 വർഷക്കാലം നമ്മുടെ പള്ളികളിൽ എന്ന പോലെ കിതാബ് ഓതിയ ഒരു ചെറിയ മുത്താലിമുഖിയാണ് ആ ഭരണാധിപൻ. എന്തുകൊണ്ട് ഒട്ടോമൻ മേഖലയിൽ ഈ ഒരു കൾച്ചർ നിലനിന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ജലാലുദ്ദീൻ റൂമി എന്നിവരിലേക്കാണ് മടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒട്ടോമൻ തുർക്കികളിൽപ്പെട്ട ഒരാൾ കല്യാണം കഴിച്ചതോടുകൂടെ രാജകുടുംബമായി നിന്നു വന്നപ്പോൾ ഈ പറയുന്ന ത്വരീഖത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ പ്രചരിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരായി മാറി. അതാ തുർക്കി കിട്ടിയ ഗുണം. 1921 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിനെ തുടർന്നുണ്ടായ ഒരു കാലഘട്ടത്തിൽ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന ഒരുതരം നിരീശ്വര സ്വഭാവത്തിലുണ്ടായിരുന്ന അതാതുർക്ക് അധികാരത്തിൽ വന്നപ്പോൾ മേൽപ്പറയപ്പെട്ട ദർവേശികളുടെ ദവാറ അത് നിരോധിച്ചു. മാത്രമല്ല പള്ളിയിലും മറ്റുമൊക്കെ വാങ്ങു കൊടുക്കുകയാണെങ്കിൽ അത് തുർക്കി ഭാഷയിൽ കൊടുക്കണമെന്നുള്ള ഒരു നിലപാടെത്തി വലിയ രൂപത്തിൽ ആ രാജ്യത്തെ ഒരു മതമില്ലാ രാജ്യമാക്കാൻ അതാതുർക്ക് ശ്രമിച്ചു.
പക്ഷേ ഈ 2023 തുർക്കിയുടെ അവസ്ഥ എന്താണ്? ഏതാനും വർഷങ്ങളായി മേൽപ്പറയപ്പെട്ട നിരീശ്വരവാദികളായ എല്ലാ ഗവൺമെന്റ് വക്താക്കളെയും ബഹുജനം തള്ളിയിട്ട് സാക്ഷാൽ ഒരു ഇസ്ലാമിക് കൾച്ചറിലാണ് അവിടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ, മഹാനായ ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന വ്യക്തിത്വം കൊളുത്തിവെച്ചതിന്റെ ഒരു ഗുണഫലമാണ് അവിടെ അയടിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയിലും മദീനയിലൊക്കെ തുർക്കികളെ കാണാൻ കഴിയും. എന്താണ് അവരുടെ ഓജസ്? അവർ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന അവസരത്തിൽ അതൊരു തുർക്കിയത്തെ കിബിർ തന്നെയായി കലാശിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്. ഒരു ദുആയായിരുന്നു, പടച്ചവനെ സ്വലാഹ് തരണം, എന്റെ മക്കളിലൂടെ സ്വലാഹ് തരണം. മഖ്ദൂമികളിലൂടെ ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്തത് കേരളത്തിലോ അതല്ലെങ്കിൽ തമിഴ്നാട്ടിലോ നമുക്ക് എടുത്തു പറയാൻ കഴിയുമെങ്കിൽ അതേ ക്രമത്തിൽ തുർക്കിയിലെ പട്ടണം ഇവിടെ മുതൽ അവിടം വരെയുള്ള ഈ ഒരു വിശാലമായ പ്രവിശ്യ, അതിൽ 3 മേഖലകളുണ്ട്. ഒന്ന് പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന മണ്ഡലം, മറ്റൊന്ന് തുർക്കി സംസാരിക്കുന്ന മണ്ഡലം, മറ്റൊന്ന് ഉറുദു സംസാരിക്കുന്ന മണ്ഡലം. ഈ പറയുന്ന 3 ലോകവും ഇന്ന് കാണുന്നത് പോലെ ഇസ്ലാമികമായ വെളിച്ചം കിട്ടുന്നതിലേക്ക് വഴിവെച്ചത് എന്ന് പറയുന്ന ദുആക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്തുകൊണ്ട് സിറാജിലെ പൂങ്കിലിനെ പറഞ്ഞയച്ചതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല. ക്രെഡിറ്റ് പോകുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അവ്വൽ മുതൽ ആഖിർ വരെയുള്ള ചരിത്രം വളരെ വിശാലമായ രൂപത്തിൽ ഈ പ്രയാസനിധിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതായി കണ്ടു. അൽഹംദുലില്ലാഹ്, കേരളത്തിന് എന്നോ കിട്ടേണ്ടിയിരുന്ന ഒരു മുത്ത്, ഒരു നിധി, അത് വളരെ വൈകിയാണെങ്കിലും നമുക്ക് കിട്ടിയതിൽ നമുക്ക് ഏറെ സന്തോഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ പറഞ്ഞത് ഇദ്ഹുമാ ഫിൽ ഗാർ എന്നാണ്. സിദ്ദീഖുൽ അക്ബറിനെ പറ്റിയുള്ള ഒരു പറച്ചിൽ പേര് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു മാത്രമേ രംഗപ്രവേശിക്കുന്നുള്ളൂ. ഫലമ്മാ ഖളാ സെയ്ദുൻ മിൻഹാ വഖറൻ എന്നിടത്തിൽ സെയ്ദിന്റെ പേര് കാണാം. വൈയക്തികമായി അഥവാ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കാറില്ല. സാധാരണഗതിയിൽ നമുക്കിത് കാണാറില്ല. അമ്പിയാക്കന്മാരുടെ പറഞ്ഞെങ്കിൽ കാണാം, പക്ഷേ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു മാത്രമേ കാണൂ. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ വ്യംഗ്യമായി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യംഗ്യമായി വെച്ചുകൊണ്ട് ാണെന്ന് പറയുമ്പോൾ ആ വലിയ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ പടച്ചറപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്.